തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കണ്ട, ഇത് സരിഗമയല്ല, നമ്മുടെ ഒന്നൊന്ന് രുചി തന്നെയാണ്. ഇന്ന് തിരുവോണമായിട്ട് ഇതിലും നല്ലൊരു ഗസ്റ്റ് ഇല്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പ്രിയപ്പെട്ട ഗായിക മെറിനാണ്. നമസ്കാരം മെറിൻ, ഹാപ്പി ഓണം. അപ്പൊ തിരുവോണമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഒന്നൊന്ന രുചിയിലേക്ക് മെറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ഡിഷ്, അത് ഏതാണെന്ന് ഓൾറെഡി നമുക്ക് അറിയാം, എന്നാലും ഒന്ന് പ്രേക്ഷകരോട് പറയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ഏതാണ്? ഏറ്റവും ഫേവറേറ്റും അതുപോലെ സദ്യയിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷായിട്ടുള്ള അവിയലാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പോണത്. നമ്മുടെ അടുത്ത് ഒരുപാട് പ്രേക്ഷകർ ആദ്യമേ പറഞ്ഞിരുന്നു അവിയൽ കാണും. കാരണം അവിയലിൻ്റെ റെസിപ്പി അറിയാത്തവരായിട്ട് ആരുമില്ല കേരളത്തിലുള്ളവരോ, അല്ലെങ്കിൽ എല്ലാവർക്കും അവിയൽ അറിയാം. എന്നാൽ പോലും അവിയൽ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾക്ക് ആഗ്രഹമാണ്. കാരണം സദ്യയിൽ എത്ര തൊടുകറികൾ വിളമ്പിയാലും അവിയൽ 2 സ്പൂണാണ് വിളമ്പും. ബാക്കിയൊക്കെ 1 സ്പൂണാണെങ്കിൽ അവിയൽ രണ്ടാമതും വിളമ്പും. പിന്നീട് ചോദിക്കുന്നത്, ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് സദ്യയിൽ അവിയൽ 2ാം വട്ടവും 3ാം വട്ടവും സെർവ് ചെയ്യും. കാരണം അവിയലിൻ്റെ ഫാൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും രുചികരമായിട്ട് കേരളത്തിൻ്റെ ഒരു ഏറ്റവും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അവിയൽ കഴിച്ചാൽ ഇപ്പം തിരുവിതാംകൂറിലെ അവിയലല്ല പാലക്കാട് പോകുമ്പോൾ വെള്ള അവിയലാണ്, അവിടെ മഞ്ഞൾ അരയ്ക്കാറില്ല. ചിലയിടത്ത് പുളിക്ക് മാങ്ങ ഇടുന്നു, തക്കാളി ഇടുന്നു, തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ പല രീതിയിലുണ്ടാക്കിയാലും അവിയലില്ലാതെ ഒരു ഓണമില്ല, സദ്യയില്ല, വിഷുവില്ല. അപ്പം മെറിന്റെ ഏത് സ്റ്റൈൽ ഓഫ് അവിയലാണ്? ഞാന് കുറെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു അവിയലായിരിക്കും വരുന്നത്. അതെ, അവിയൽ എന്ന് പറയുന്ന ഒരു അവിയൽ പരുവാണ്. അല്ല, എന്തെങ്കിലും ഒരു ശൈലി, ഏതെങ്കിലും പുളിക്ക് എന്താണ് ഉപയോഗിക്കുക? പുളിക്ക് തൈരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പാലക്കാട് തൃശ്ശൂർ ഒരു ഏരിയ ആണ്. അപ്പോ ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട് അരപ്പില്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ബേസിക്കലി ഞങ്ങള് തൃശ്ശൂർക്കാരാണ്. അപ്പം വീട്ടില് ഉണ്ടാക്കുന്ന സദ്യയിലെ അവിയലിന് എപ്പോഴും ഈ ചെറിയുള്ളി ചതച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലും അതുപോലെ തന്നെ ജീരകത്തിനെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. കാരണം ചിലർക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടം ചിലർക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുറവാണ് ജീരകം. പക്ഷെ എന്നാലും നമുക്കിവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീരകമൊക്കെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമുക്കൊരു അവിയൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് മെറിന്റെ വിശേഷങ്ങൾ, പുതിയ പ്രൊജക്ടുകൾ അപ്പം എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്കും അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും. ഇപ്പോ ഇനി ഇറങ്ങാനുള്ള മൂവി എന്ന് പറയുന്നത് ഔസേപ്പച്ചൻ സാറിന്റെ ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. അത് ഇറങ്ങാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. അതുപോലെ ആൽബംസും അല്ലാതെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ വഴി. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഴയ ഓരോരുത്തർക്കും ഓരോ ജോണർ ഓഫ് സോങ് ഉണ്ട്. അപ്പം മലയാളത്തിലാകുമ്പോൾ മെലഡീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. അപ്പം മെറിന്റെ പാട്ടിന്റെ രുചി അല്ലെ പാട്ടിന്റെ ടേസ്റ്റ് എന്തൊക്കെയാണ്? അതെ, പാട്ടിന്റെ ടേസ്റ്റ് അല്ലേ. എനിക്കും ഓഫ്കോഴ്സ് മെലഡീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതോടൊപ്പം ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒരു അമ്മയായതിനു ശേഷം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് താരാട്ടുപാട്ടുകളാണ്. എങ്ങനെയാണ് മോളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നത് എന്നുള്ള. അപ്പം മെലഡി ഇപ്പോൾ നമ്മുടെ ഓരോ ലൈഫ് സ്റ്റേജസിലും ഓരോരോ കൈൻഡ് ഓഫ് സോങ്സിനോടായിരിക്കും നമുക്ക് കൂടുതൽ കേൾക്കാൻ. അതെ, അങ്ങനെ. അപ്പോൾ മെലഡീസിൽ തന്നെ ഇപ്പോൾ ഓരോരോ സ്റ്റേജസ് നമ്മുടെ ലൈഫ് കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് അതിന് യോജിക്കുന്ന കൈൻഡ് ഓഫ് പാട്ടുകളായിരിക്കും. ഓക്കെ, നമുക്കപ്പം അവിയലിന് വേണ്ടിയിട്ട് പറഞ്ഞ റെസിപ്പി വരെ മുരിങ്ങയ്ക്ക, ചേന, അതും റെസിപ്പിക്കകത്ത് നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞല്ല. 2 ഇഞ്ച് നീളം എന്ന് പറഞ്ഞ കാരണം നമ്മുടെ ബാക്ക് ക്രൂ ടീം എല്ലാം സ്കെയിലൊക്കെ വെച്ച് അളന്ന് മുറിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കണ്ട കൃത്യമായിട്ട് ഓരോന്നിന്റെ അളവ്, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, വാഴയ്ക്ക, മത്തങ്ങ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് അരയ്ക്കാനുള്ള ജീരകം, ചുമന്നുള്ളി. അപ്പം ആദ്യം എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കുക്കിങ്ങിലോട്ട് പോകുന്നോ അതോ അരയ്ക്കാനുള്ള സംഭവങ്ങൾ റെഡി ആയിട്ട് പോവാം? ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒരു മാരിനേറ്റ് ചെയ്യാം. നമ്മുടെ ടിപ്സ് വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കണ്ടു.
കാരണം ഈ അവിയൽ എന്ന് പറയുന്ന ഡിഷ് നമ്മളൊരു നോൺ വെജ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് മസാലയൊക്കെ ഇട്ട് മറിനേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതേ തരത്തിൽ പച്ചക്കറിയിലും ഉണ്ട്. അപ്പോൾ അവിയലിന് മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് നിങ്ങളൊരു 10-15 മിനിറ്റ് കഷ്ണങ്ങൾ മറിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേവിക്കുമ്പം അസാധ്യകരമായ ഒരു സ്വാദ് അതിനകത്ത് മഞ്ഞളിൻ്റെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പില പരസ്യത്തിലൊക്കെ പറഞ്ഞില്ലേക്ക് പച്ചമഞ്ഞളിന്റെയും കസ്തൂരി മഞ്ഞളുടെയും അതുപോലെ അവിയലിനകത്തും അതുകൊണ്ട്. അപ്പൊ മറിനേറ്റ് ചെയ്യാം അല്ലേ? ശരി. അപ്പൊ മറിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ മുരിങ്ങക്കയിൽ തുടങ്ങാം. മുരിങ്ങക്ക ഇട്ടോളൂ. മുരിങ്ങക്ക, ചേന എല്ലാം ഹാഫ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. പടവലങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, വാഴയ്ക്ക, ലേശം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ, എന്തായാലും അരിഞ്ഞു വെച്ചാൽ ഒരു കുറച്ചിടാം. ഇതിപ്പോ നമ്മളൊരു മിനിമൽ ആയിട്ട് ഇട്ടിട്ട് പിന്നെ അരപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് രുചി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അവിയലിന് വെളിച്ചെണ്ണ എത്ര കൂടിയാലും കുഴപ്പമില്ല. അവിയലിന് നിങ്ങൾ വെളിച്ചെണ്ണ അങ്ങനെ പിശുക്ക് കാണിച്ചിട്ടെന്ന് പറയാറുണ്ട്. ചില അമ്മമാരൊക്കെ ഒരു സ്പൂണൊക്കെ ഇടും. അങ്ങനെയല്ല, അവിയലിന് ഇച്ചിരി വെളിച്ചെണ്ണ വേണം. കുറച്ച് കറിവേപ്പില കൂടെ ഇടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മറിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അത് മറിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങ, അവിയലിൻ്റെ അരപ്പിനുള്ള നിങ്ങൾ പറഞ്ഞ തേങ്ങ, അരമുറി തേങ്ങ തിരികെതാണ്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റെസിപ്പി പ്രകാരം കുറച്ച് ജീരകം പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ചുമന്നുള്ളി ഉണ്ടാവും. 3 ചുമന്നുള്ളി അവിയലിന് ചിലരൊന്നും ചുമന്നുള്ളി ഇടത്തില്ല. അപ്പോൾ ഇവരുടെ റെസിപ്പിയിൽ ചുമന്നുള്ളി ഉണ്ട്. അതുപോലെ 3 പീസ് പച്ചമുളക്. ഇനി മഞ്ഞൾപ്പൊടി കുറച്ചിടാം. ഇത് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കാനായിട്ട് നമുക്ക് അവിടെ വെള്ളമില്ലാതെ അരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ മെറിന്റെ സ്പെഷ്യൽ റെസിപ്പിയുടെ അരപ്പും റെഡി ആയി കഴിഞ്ഞു. തേങ്ങയൊക്കെ ചതച്ച് വെള്ളം ചേർക്കാതെ വെച്ചിട്ടുണ്ട്. തേങ്ങ, ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം. അപ്പൊ ഇനി ഓണത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? മെറിന്റെ ഓണം ഓർമ്മ എവിടെയായിരുന്നു? തൃശ്ശൂർ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓണം നിങ്ങളുടെ വീടുകളിൽ എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ആ സ്കൂളിൽ പഠിച്ച സമയത്തേക്ക് ഓണം ഓർമ്മകൾ എങ്ങനെയാണെന്നൊക്കെയുള്ള നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഒന്ന് പറയും. അവിയലിന്റെ കഷ്ണങ്ങൾ വേവുന്ന സമയം അതിനോടൊപ്പം ഒരു പാട്ടുകൂടൊക്കെ പാടേണ്ടി വരും. തീർച്ചയായിട്ടും. എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ. എനിക്ക് തോന്നുന്നു പ്രവാസികളാണ് കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്ക് ഓണം മുതൽ ക്രിസ്മസ് വരെയുള്ള സമയം ഫുൾ ഓണാഘോഷമായിരിക്കും, ഓരോരോ അസോസിയേഷൻസിന്റെ. അപ്പൊ എന്റെ ഓർമ്മയിൽ എപ്പോഴും നമ്മള് അവിടെ ഫ്രൈഡേസ് ആണല്ലോ നമുക്ക് ഓഫ് ഉള്ളത്. അപ്പൊ എല്ലാ ഫ്രൈഡേയും ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള എല്ലാ ഫ്രൈഡേയും നമുക്കൊരു സദ്യ ഉണ്ടാവും, ഒരു ഓണപരിപാടി ഉണ്ടാവും, അവിടെ പോയി കുറച്ച് പാട്ട് പാടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഒരു 2 വർഷത്തെ ഈ കൊറോണ കാലത്തിന് ശേഷം എല്ലാവരും ഒന്ന് ആഘോഷിക്കുന്ന ഒരു ഓണം ഇപ്രാവശ്യത്തെയാണ്. അപ്പൊ അത് കാരണം അതിന് ഇരട്ടി മധുരമാണ് ശരിക്കും. മെറിന്റെ ഏറ്റവും ഫേവറേറ്റ് അവിയലാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് അവിയൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എന്നാൽ തന്നെ ഒരു ഇലയില് സദ്യയില് 9 കറി അല്ലെ 5 സാധാരണ ഒറ്റ സംഖ്യയിലാണ് ഈ തൊടുകറികളുടെ എണ്ണം വരിക. അപ്പൊ 5 കൂട്ടം, 7 കൂട്ടം, 9 കൂട്ടം, 11 കൂട്ടം, ഇപ്പൊ ലക്ഷറിയൊക്കെ ആയി 17 കൂട്ടം തൊടുകറിയൊക്കെ ആയി. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണത്തിന്റെ അല്ലെ സദ്യയിലെ തൊടുകറി ഏതാണ്? ഇപ്പോ ഇത് എനിക്ക് തൊടുകറി ആണോ എന്ന് എനിക്കറിയില്ല, ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരണമെന്ന് എനിക്കറിയില്ല. കാളൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കാളൻ 2 തരത്തിലുണ്ട്. ഒന്ന് മലബാർ രീതിയിൽ കുറുക്ക് കാളൻ എന്ന് പറയുന്നത് തൊടുകറിയായിട്ട് വരും. അപ്പൊ തെക്കൻ കേരളത്തിൽ അത് പുളിശ്ശേരി എന്ന് പറയുന്ന ഒരു കാളനുണ്ട്. അപ്പൊ അത് ലൂസ്, അത് ഒഴിച്ചു കറിയായിട്ട് അല്ല, ഇങ്ങനെ ഇച്ചിരി ഒരു സെമി ഗ്രേവി പോലെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കുറുക്ക് കാളൻ. കുറുക്ക് കാളൻ അത് ചേന വെച്ചിട്ടുണ്ടാക്കുന്നത്, ചേനക്കാളൻ. അത് തൊടുകറി വിഭാഗത്തിൽ വരും. അപ്പൊ അതാ പറയാം, 2 മലബാർ രീതിയിലെ കുറുക്ക് കാളൻ തൊടുകറി ആയിട്ട് കിട്ടും. പക്ഷെ സൗത്ത് പാട്ടിൽ തെക്കൻ കേരളത്തിൽ കാളൻ എന്ന് പറയുന്നത് പുളിശ്ശേരി പോലെ ഇച്ചിരി കട്ടിയുള്ള വാഴയ്ക്ക വെച്ചിട്ടുള്ളത്, അതും ചേനയൊക്കെ ഉപയോഗിച്ച് അതൊരു ഒഴിച്ചു കൂട്ടാനാണ്. കണ്ടോ, കഷ്ണങ്ങൾ വെന്ത് തുടങ്ങിയതിന്റെ വെള്ളം പുറത്തേക്ക് വരുന്നു. അപ്പൊ ഒന്നുകൂടെ നാവി അടച്ചു കഴിയുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ നമ്മുടെ വേവും. ആ സമയം കൊണ്ട് മെറിന്റെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓണപ്പാട്ടുണ്ട്. അപ്പൊ അത് പാടും. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
തിരുമേനി എഴുന്നെള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. വെള്ളം കൂടെ ഇതിന്റെ സൈഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും. മെറിൻ അവിയൽ ഉണ്ടാക്കാൻ പറഞ്ഞ ഞാൻ ആക്കി കേട്ടോ അവിയൽ. എന്റെ ക്രെഡിറ്റ് ഞാൻ കൊണ്ടുവരും. അപ്പൊ ഇത് ഇനി ഒരു ജസ്റ്റ് ഒരു 2 minutes കഷ്ണങ്ങളൊക്കെ വെന്ത് ഏകദേശം. അപ്പൊ 2 minute കൊണ്ട് ആവിയിലാവും. ഈ അണച്ചതിന് ശേഷമാണ് നമ്മൾ ആ തൈര് ചേർക്കുന്നത്. അപ്പൊ കഷ്ണങ്ങൾ ആ ഒരു വെറ്റ് കൺസിസ്റ്റൻസിയിലെത്തി കഷ്ണങ്ങളിലൊക്കെ അരപ്പ് പിടിച്ചു. അപ്പോൾ നമ്മൾ തൈര് പുളിയുടെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കാൻ താല്പര്യമില്ല. അതിപ്പോൾ ഈ വീഗൻ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. വീഗൻ എന്ന് പറയുന്നത് ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റും ആരും കഴിക്കാറില്ല, ഈവൻ തേൻ പോലും കുടിക്കാറില്ല, ആനിമലിനെ വേദനിപ്പിച്ചിട്ടുള്ള. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ലോകം എമ്പാടും വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തൈര് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമാങ്ങ ചേർക്കാം, വേണമെങ്കിൽ കുറച്ച് 2 തക്കാളി ഇടാം, ഒരു ചെറിയൊരു പുളിപ്പ് മാത്രം മതി. അപ്പോൾ ഇപ്പോൾ വീഗനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തൈരിന് പകരം അത് സംഭവം ചേർക്കാം. തൈരൊഴിച്ചു, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ. ഞാനൊക്കെ അതിന് ഇപ്പോൾ എണ്ണയുടെ നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്ത് അവിയലിടാൻ നേരത്തെ പറയല്ലേ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കാൻ പിശുക്ക് കാണിക്കരുത്, അവിയലിടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പിശുക്ക് കാണിക്കരുതെന്നാണ് പൊതുവേ പറയാറ്. ഈ 2 കാര്യത്തിലും മടി കാണിക്കരുത്. കുറച്ച് കറിവേപ്പില അങ്ങനെ വാരി വിതറുക. അങ്ങനെ നമ്മൾ തിരുവോണത്തിന്റെ അവിയൽ വളരെ വിജയകരമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു പാട്ട് ഒരു 10 പാട്ട് പാടിയ പ്രതീതിയിലാണ് മുഖം കാണുമ്പോൾ തോന്നുന്നത്. സാധാരണ ഇവിടെ ആരെന്തുണ്ടാക്കിയാലും ഞാൻ മാത്രമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ അതിനൊരു വ്യത്യാസമുണ്ട്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. കാരണം വന്നപ്പോൾ പോലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ പോലെ കാണുകയാണ്. അങ്ങനെ നമ്മുടെ ഒരാളെയും കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് വേറെ ആരും ഒന്നുമല്ല, മെറിന്റെ മോളായ നടാഷയെ തന്നെയാണ്. നടാഷയെ വിളിച്ചോണ്ട് വരും ടേസ്റ്റ് ചെയ്യാൻ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സീ കേരളം. 1.5 രുചിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ അതോടൊപ്പം തന്നെ തിരുവോണ സമയത്ത് തന്നെ ഈ നല്ലൊരു ദിവസം തന്നെ എനിക്ക് സാറിന്റെ കൂടെയും അതുപോലെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ താങ്ക് യു. വളരെ വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവോണത്തിന്റെ അന്ന് വളരെ ഐശ്വര്യമായിട്ട് നിങ്ങളെ പോലെ കുറെ ഓണപ്പാട്ടൊക്കെ പാടി നടാഷയെ കാണാൻ പറ്റി. പാട്ട് അമ്മ നേരത്തെ പാടി. അപ്പൊ അതുകൊണ്ട് ഒരു ഓണ സമ്മാനം ഉണ്ട് നിങ്ങൾക്കായിട്ട് 1.5 രുചിയുടെ വകയായിട്ട്. സമ്മാനം തരുന്നതായിരിക്കും. ഇത് നട്ടാഷയ്ക്കായിട്ട് പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഓൺ കുക്കറാണ്. ഓ ഭയങ്കര താങ്ക് യു പറയൂ. താങ്ക് യു. അപ്പൊ ഹാപ്പി ഓണം നട്ടാഷ. അപ്പൊ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസം മെറിൻ്റെ അവിയൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഒരു ഡിഷ് എൻ്റെ വകയാണ്. അത് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. നമുക്ക് ഇറച്ചി സദ്യയിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇറച്ചികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഒരു നോൺ വെജിൻ്റെ രീതിയിലുള്ള ഒരു ഇറച്ചിക്കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് തേങ്ങാപ്പാലിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുള്ള ഒരു മസാല ഇറച്ചിക്കറി എന്നാണ് പറയുക. അപ്പോൾ അത് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നോൺ വെജൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറി നമുക്ക് കാണാം.
അങ്ങനെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് കുറച്ച് കഷ്ണങ്ങൾ വേവിച്ച് വെക്കാം. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേണേൽ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലേശം മുളക് പൊടി, പച്ചമുളക്, ഉണക്കമുളക്, കടുക്, വെളിച്ചെണ്ണ, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. ആദ്യം ഒന്ന് ജസ്റ്റ് കടുക് വറുത്ത് അതിനകത്ത് തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയ്ക്കകത്ത് പച്ചമുളക് ഇടുന്നു. തീ കുറച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് 2 മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് കൂടുതൽ വരിക. മല്ലിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അതിനോടൊപ്പം ഗരം മസാല. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ആ കടുക് വറുത്ത വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഈ മസാല മൂപ്പിക്കും. വളരെ വേഗത്തിൽ ഉണ്ടാക്കാനാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് മസാല എന്ന് നോക്കുമ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങ് എരിവ് ഇഷ്ടമുള്ളവർക്ക്, കാരണം ഈ സദ്യയുടെ കറികളിലൊക്കെ അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ ഇത് എരിവ് കൂടി ഒരു ഇറച്ചി കുറേ മസാലകളൊക്കെ ഉള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. ഉരുളക്കിഴങ്ങ് ബാക്കി വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാലൊന്ന് രണ്ടാം പാലിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കുറുകുന്ന സമയത്ത് 1-ാം പാൽ അഴിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൊടുകറിയുണ്ട്. സാധാരണ സദ്യയിൽ ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ പച്ചടികൾ, കിച്ചടികളാണ്. പച്ചടികൾ നമുക്ക് വെണ്ടയ്ക്ക പച്ചടി ആവാം, അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി ആവാം, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കിച്ചടി ആവാം. അങ്ങനെ 3 വ്യത്യസ്ത കളറിലുള്ള വെള്ളയും പിങ്കും ചുമന്നയും ഒക്കെ നിറത്തിലുള്ള പച്ചടികൾ. പിന്നീട് തോരൻ നിർബന്ധമായിട്ടുണ്ടാവും, കൂട്ടുകറി ഉണ്ടാവും, ഓലനുണ്ടാവും, തീയലുണ്ടാവും, അവിയലുണ്ടാവും. അപ്പോൾ അതിന് ശേഷം വരുന്ന അതിനകത്ത് വെക്കാൻ പറ്റിയ ഈ മസാലകളൊക്കെ ഉള്ള ഇത്തിരി എരിവുള്ള കറിയായിട്ടാണ് ഇതിന് വരുന്നത്. അത് ചോറിന് അതിനെ കുറുക്കിയെടുത്ത് ഉരുളക്കിഴങ്ങ് വേവിച്ച്, ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് വേവിക്കാതെ ഈ പാലിനകത്ത് തന്നെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വാദാണ്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറി വെക്കുന്നത്. പിന്നെ എരിവിന് വേണമെങ്കിൽ അവസാനം വേണമെങ്കിൽ കുരുമുളക് ചതച്ചും ഇതിനകത്ത് ചേർക്കാം. ഉപ്പിൻ്റെ രുചി നോക്കി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലേശം ഉപ്പൊക്കെ ചേർത്ത്, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടാറുണ്ട്. എപ്പോഴും പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേവിക്കുമ്പോൾ ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ലേശം ഉപ്പിട്ടാൽ ആ പച്ചക്കറിക്കകത്ത് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടും. അപ്പോൾ കറിയിൽ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർക്കാം. രണ്ടാം പാലിൽ ഉരുളക്കിഴങ്ങ് വെന്തൊന്ന് കുറുകി വരുമ്പം ലേശം 1-ാം പാല് മേലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിന് കുറച്ച് കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും ഒന്ന് ഇളക്കി ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞ ഒരു തൊടുകറി പോലെ ഇത് വിളമ്പി ഇലയിൽ വിളമ്പാൻ പറ്റും. അപ്പോൾ തിരുവോണത്തിന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു തൊടുകറിയാണ്. അപ്പോൾ അങ്ങനെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഉരുളക്കിഴങ്ങാണ്. ഇതിനോട് വേണമെങ്കിൽ സോയ ഇഷ്ടമുള്ളവർക്ക് സോയയും കൂടെ ചേർക്കാം. മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് ഉരുളക്കിഴങ്ങും മഷ്റൂം ചേർക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കോളിഫ്ലവർ ചേർക്കാം. അപ്പോൾ എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ഈ മസാലക്കറി തയ്യാറാക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. തേങ്ങാപ്പാലുണ്ട്, അതിനോടൊപ്പം തന്നെ ഗരം മസാല ചേർക്കുന്നത്. സദ്യയിൽ അങ്ങനെ ഗരം മസാല ചേർക്കാറില്ല. അപ്പോൾ നമുക്കൊരു മസാല, ഒരു നോൺ വെജ് കറിയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കറി സദ്യയിൽ ചേർക്കുന്നത്.
മലയാളികളുടെ ഏറ്റവും മനോഹരമായ ഈ വർഷത്തെ ഒരു ദിവസമായ തിരുവോണത്തോടുകൂടി ഞങ്ങളുടെ ഒന്നൊന്ന് രുചിയുടെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സീ കേരളത്തിൻ്റെയും എൻ്റെയും വക ഒരു ഗംഭീര ഓണാശംസകൾ നേരുകയാണ്. ഓണപ്പൂക്കളുടെ സുഗന്ധം നിങ്ങളുടെ ജീവിതമാകെ നിറയട്ടെ. ഒരുപാട് പുതിയ രുചി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.